വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളം. ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് നടി സ്വാസിക. സീത എന്ന സീരിയലിന് ലഭിച്ച ജനസ്വീകാര്യതയാണ് സ്വാസികയ്ക്ക് ഇത്ര ആരാധകരെ നൽകിയത്. കണ്ടുവന്ന സീരിയലുകളിൽ നിന്നും വ്യത്യസ്തമായി സ്വാസികയ്ക്ക് അഭിനയ പ്രാധാന്യമുള്ള വേഷമാണ് ഈ സീരിയലിൽ ലഭിച്ചത്. മികച്ച രീതിയിൽ സ്വാസിക ഇത് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ടെലിവിഷനിൽ തിളങ്ങി നിൽക്കവെയാണ് സ്വാസിക സിനിമാ രംഗത്തും തിളങ്ങുന്നത്. ചതുരം എന്ന സിനിമ നടിയുടെ കരിയറിലെ വലിയ വഴിത്തിരിവ് തന്നെ ആയിരുന്നു. സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത ഇറോട്ടിക് ത്രില്ലർ സ്വഭാവമുള്ള സിനിമയായിരുന്നു ചതുരം. സിനിമയിലെ ഇന്റിമേറ്റ് രംഗങ്ങളാൽ റിലീസിന് മുന്നേ തന്നെ ചതുരം ചർച്ചയായിരുന്നു. സ്വാസിക ആദ്യമായാണ് ഇത്തരത്തിലൊരു വേഷം ചെയ്യുന്നത്. അതിനാൽ തന്നെ ചിലർ നടിയെ പ്രശംസിപ്പിച്ചപ്പോൾ മറ്റൊരു വിഭാഗം പ്രേക്ഷകർ സ്വാസികയെ വിമർശിക്കുകയും ചെയ്തിരുന്നു. സീരിയൽ രംഗത്ത് കൂടെ കടന്നു വന്നതിനാൽ കുടുംബ പ്രേക്ഷകർക്ക് പ്രത്യേക മമത സ്വാസികയോടുണ്ട്. വീട്ടിലെ അംഗത്തെ പോലെ തന്നെ കാണുന്ന പ്രേക്ഷകരുണ്ടെന്നും സ്വാസിക പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടതാരം അതീവ ഗ്ലാമറസ് ആയി അഭിനയിച്ചത് ഇവരിൽ ചിലർക്ക് നീരസമുണ്ടാക്കി. ഇപ്പോഴത്തെ ചതുരം സിനിമയെ കുറിച്ച് സ്വാസിക പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ചതുരത്തിന്റെ ട്രെയിലർ റിലീസായപ്പോൾ തനിക്കെതിരെ ഭയങ്കരമായ സൈബർ ആക്രമണം നടന്നുവെന്നാണ് സ്വാസിക പറയുന്നത്. സിനിമ ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള രംഗങ്ങൾ ചെയ്യുന്നതെന്നും പണത്തിനു വേണ്ടി എന്തും ചെയ്യുമെന്ന തരത്തിലൊക്കെയുള്ള നിരവധി കമന്റുകൾ വന്നു. പക്ഷേ സിനിമ റിലീസായതോടെ അത്തരത്തിലുള്ള വിമർശനങ്ങളും അറ്റാക്കുകളും അവസാനിച്ചു. ഞാൻ നന്നായി ചെയ്തുവെന്ന് അവർ തന്നെ പറഞ്ഞുവെന്നാണ് സ്വാസിക പറയുന്നത്. ഇമേജ് ബ്രേക്ക് ചെയ്യുക എന്നതായിരുന്നു ചതുരം ചെയ്യാനുള്ള കാരണമായി സ്വാസിക പറഞ്ഞത്. അതിനു മുമ്പ് വരെ ചേച്ചി, അനിയത്തി, ടീച്ചർ എന്നിങ്ങനെയുള്ള കഥാപാത്രങ്ങളായിരുന്നു വന്നിരുന്നത്. പക്ഷെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് തോന്നിപ്പിക്കണമായിരുന്നു. ഒപ്പം എന്നെയും വിശ്വസിപ്പിക്കണം. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കഥാപാത്രങ്ങളിൽ ജീവിതകാലം മുഴുവൻ ഒതുങ്ങേണ്ടി വരുമെന്ന് തോന്നി. ഈ സിനിമയോടെ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ആളുകൾക്ക് തോന്നി. ഒപ്പം ഏത് റോൾ വേണമെങ്കിലും ചെയ്യാമെന്ന ആത്മവിശ്വാസവും എനിക്ക് കിട്ടി എന്നും സ്വാസിക പറയുന്നു. സീരിയൽ താരമായതിന്റെ പേരിൽ വേർതിരിവ് നേരിട്ടിട്ടുണ്ടോ എന്നും സ്വാസിക പറയുന്നുണ്ട്. സിനിമയിൽ നിൽക്കുമ്പോഴാണ് സീരിയലിലും വന്നത്. പിന്നീട് തുടർച്ചയായ 6 വർഷത്തോളം സീരിയലുകളിൽ തുടർന്നു. സീരിയൽ അഭിനയിക്കുന്നു അല്ലെങ്കിൽ അഭിനയിച്ചു എന്ന് ആരും കുറവായിട്ടും കണ്ടിട്ടില്ല. ഞാൻ സീരിയലിൽ അഭിനയിക്കുന്നുണ്ടെന്ന് അറിയുന്നവർ തന്നെയാണ് എന്നെ സിനിമയിലേക്ക് ക്ഷണിച്ചതും. മിനി സ്ക്രീനിൽ സജീവമായിരിക്കുമ്പോഴാണ് നാദൃഷ്ടിയുടെ കട്ടപ്പനയിലേക്കുള്ള ക്ഷണം എന്നാണ് സ്വാസിക പറയുന്നത്. പൊറിഞ്ചു മറിയം ജോസിലെ കഥാപാത്രവും സീരിയലിന്റെ സംഭാവനയാണെന്നും സ്വാസിക പറയുന്നു. പൊറിഞ്ചുവിന്റെ നിർമ്മാതാവിന്റെ ഭാര്യ എന്റെ സീരിയലിന്റെ പ്രേക്ഷകയായിരുന്നു. അവരാണ് എന്നെ സിനിമയിലേക്ക് നിർദ്ദേശിച്ചതും. പിന്നെ ക്യാരക്ടറിൽ ചില സമയങ്ങളിൽ സീരിയൽ നടി എന്നത് സ്വാധീനിച്ചിട്ടുണ്ട്. അവർ സീരിയലിൽ അഭിനയിക്കുകയാണ്, അതുകൊണ്ട് ചില പ്രത്യേക ക്യാരക്ടർ മതി എന്നൊക്കെ ഈ സമയങ്ങളിൽ ചിലർ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും സീരിയൽ നടിയാണെന്ന കാരണം പറഞ്ഞ് അവഗണന നേരിട്ടില്ല എന്നാണ് സ്വാസിക പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.